നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്നാന് ശ്രമിച്ച നീ തന്നെ ജയിക്കും. മനസ്സുകൊണ്ട് ചെറിയമ്മ നിന്റെ കൂടെയാ. നീ സമാധാനായിട്ടിരിക്കേ. ആര് ജയിച്ചാലും എനിക്ക് എന്തെങ്കിലും കിട്ടണം. അല്ലാതെ നോക്കൂത്തിയായിട്ടിരുന്നിട്ട് എനിക്കെന്താ പ്രയോജനം? അല്ല, മുത്തശ്ശി ഇതൊക്കെ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അങ്ങനെ ഇവര് ജയിച്ചാ ഇത് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കോ? പിന്നെ വെറുതെ ഒരു മത്സരം നടത്താൻ പറ്റുമോ സൂര്യ? രണ്ടുപേരും അവരുടെ കഴിവ് തെളിയിക്കട്ടെ. 3 ദിവസമാണ് മത്സരം. ഒരു ദിവസം പ്രിയങ്ക അടുക്കള ജോലികൾ ചെയ്യട്ടെ, കൽപ്പന വീടും പരിസരവും വൃത്തിയാക്കട്ടെ. പിറ്റേ ദിവസങ്ങളിൽ തിരിച്ചു. ഓരോ ദിവസവും ജോലികൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് മാർക്ക് ഇടും. കൂടുതൽ മാർക്ക് കിട്ടുന്ന ആൾ ആരാണോ അവർക്ക് കിട്ടും ഈ മാല. ഞാൻ എല്ലാ മത്സരത്തിലും വിജയിക്കും. പിന്നെ ഇത് ഞാൻ സ്വന്തമാക്കുകയും ചെയ്യും. കാണാം. ഇന്ന് മുതല് മത്സരം തുടങ്ങുകയല്ലേ? പിന്നൊരു കാര്യം, ഇത് അമ്മയുടെ താല്പര്യത്തില് കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു മാന്യത എല്ലാവരും കാണിക്കണം. അപ്പോ ഇന്നു മുതൽ പാർവതി തമ്പുരാട്ടിയുടെ മാലയ്ക്ക് വേണ്ടിയുള്ള മത്സരം. ചെറിയ മാല കണ്ടിട്ടുണ്ടോ? പണ്ടെപ്പോഴോ ഇതുപോലൊരു പ്രദർശനം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് മത്സരമൊന്നും ഉണ്ടായിരുന്നില്ല. വിലമതിക്കാൻ പറ്റാത്ത ആഭരണങ്ങളാ. അത് കയ്യിലുണ്ടാവുന്നത് തന്നെ ഒരു ഐശ്വര്യ. എനിക്ക് എങ്ങനെയെങ്കിലും അത് സ്വന്തമാക്കിയേ പറ്റൂ. ആർത്തിയുടെ കാര്യത്തില് പ്രിയങ്കയും ഒട്ടും പുറകിലല്ല. കടുത്ത മത്സരം തന്നെ ഉണ്ടാവും നിനക്ക്. അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ നേരെ ചെറിയമ്മയുടെ അടുത്തേക്ക് വന്നത്. പ്രിയങ്കയെ സഹായിക്കാൻ തൽക്കാലം ആരും ഇവിടെ ഉണ്ടാവില്ല. അമ്മയായാലും മുത്തശ്ശിയായാലും ഒഴിഞ്ഞു നിൽക്കേ ഉള്ളൂ. ചെറിയമ്മയുടെ സഹായം എനിക്ക് വേണം. സഹായമൊക്കെ ഞാൻ ചെയ്യാം. അതുകൊണ്ട് എനിക്കെന്താ ഗുണം? മാല കിട്ടുന്നത് നിനക്കല്ലേ? എനിക്കൊരു നേട്ടം ഉണ്ടാവുമ്പോ അത് ഞാൻ കൃത്യമായി പങ്കുവയ്ക്കും. ചെറിയമ്മയുടെ ഈ 2 കൈകളിലും ചെറിയമ്മ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വളകൾ ഞാൻ പണിതിട്ട് വരും. മതിയോ? സംഗതി കൊള്ളാം. പക്ഷേ നിന്നെ വിശ്വസിക്കാമോ? അതെന്താ ചെറിയമ്മ അങ്ങനെ? ഞാൻ ഇന്ന് വരെ വാക്കിന് വ്യത്യാസം കാണിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ വാക്കിന് എന്തെങ്കിലും വ്യത്യാസം വന്നാ പ്രതികരിക്കാനുള്ള ചെറിയമ്മയുടെ കഴിവ് എനിക്കറിഞ്ഞൂടെ? ആദ്യം അതൊന്ന് കയ്യിൽ കിട്ടട്ടെ. എന്നിട്ട് വേണം വ്യാപാരികളെ വിളിച്ച് അതിന്റെ മൂല്യം എത്രയുണ്ടെന്ന് അറിയാൻ. കണിമംഗല തറയിൽ വെച്ച് പൂട്ടുന്നതിനേക്കാൾ വിറ്റാ കിട്ടുന്ന വാങ്ങിച്ചാ പോരെ? അതൊക്കെ നിന്റെ ഇഷ്ടം. എങ്കിൽ ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി. ചെറിയമ്മ, മത്സരത്തിന്റെ കാര്യം ചെറിയമ്മ അറിഞ്ഞിരുന്നോ? ആ, കൽപ്പന പറഞ്ഞിരുന്നു. ആ മാല എനിക്ക് സ്വന്തമാക്കണം. അതിന് സഹായം അഭ്യർത്ഥിക്കാൻ ഇവിടെ ചെറിയമ്മ മാത്രമേ ഉള്ളൂ എനിക്ക്. ചെറിയമ്മ എന്റെ കൂടെ നിൽക്കുവോ? അയ്യോ, അതെങ്ങനെയാ? മാല എനിക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ നേർപാതി ഞാൻ ചെറിയമ്മയ്ക്ക് തരാം. മത്സരത്തിൽ പങ്കെടുക്കുന്ന എനിക്കും മത്സരത്തിൽ പങ്കെടുക്കാത്ത ചെറിയമ്മയ്ക്കും കിട്ടുന്നത് തുല്യം. അത് ശരിയാവില്ല. ആര് ജയിച്ചാലും സമമാ. മാത്രമല്ല, മത്സരങ്ങളിൽ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ജയിക്കണമെന്ന് തന്നെയല്ലേ തീരുമാനം. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ മത്സരം നടക്കട്ടെ.
നീ മിടിക്കുകയാണെന്ന് ചെറിയമ്മയ്ക്ക് അറിയാം. ചെയ്യാനുള്ളത് വീട്ടുകാര്യങ്ങളല്ലേ. കൽപ്പന അതിലല്പം പുറകില. ഒന്നാഞ്ഞു ശ്രമിച്ച നീ തന്നെ ജയിക്കും. മനസ്സുകൊണ്ട് ചെറിയമ്മ നിന്റെ കൂടെയാ. നീ സമാധാനായിട്ടിരിക്കേ. ആര് ജയിച്ചാലും എനിക്ക് എന്തെങ്കിലും കിട്ടണം. അല്ലാതെ നോക്കൂത്തിയായിട്ടിരുന്നിട്ട് എനിക്കെന്താ പ്രയോജനം? മോളെ ഇറങ്ങാറായോ? ആ ആയമ്മേ. അമ്മയ്ക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതിന്? വിവാഹം കഴിഞ്ഞ് അച്ഛന്റെ കൂടെ വന്ന നാള് മുതല് അച്ഛനൊരു തീരുമാനം പറഞ്ഞ അതിനെതിരായിട്ട് എന്റെ മനസ്സിലൊന്നും തോന്നാറില്ല. ഇക്കാര്യം അങ്ങനെ തന്നെയാ. പോകുന്ന കാര്യം ഭംഗിയാക്കാൻ നോക്ക്. മോൾ ഇറങ്ങാൻ നോക്ക്. അമ്മേ, ഞാനിതിന് പോകുന്നത് എന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടല്ല, പ്രിയങ്കയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അമ്മയ്ക്ക് അത് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലാവും. വാ, ഇറങ്ങാം. സിനിമാ നടി ഇറങ്ങുകയായിരിക്കും. വലിയ സിനിമാ നടിയായ പിന്നെ കുടുംബത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. ഇനിയിപ്പൊ അടുക്കളയിൽ നിൽക്കാനൊക്കെ വേലക്കാരി വരുമായിരിക്കും. അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞോ അമ്മേ? അമ്മയ്ക്ക് എന്തേലും വേണോ? വേണം, ഒരു ചായ കിട്ടിയാ കൊള്ളാം. ഡീ, നീ എടുക്കണ്ട, ഇവളെടുത്തോണ്ട് വരട്ടെ. അതിന് അവളൊന്നും തന്നാ അമ്മ കഴിക്കാറില്ലല്ലോ. സിനിമാ നടിയുടെ കൈകൊണ്ടൊരു ചായ കുടിക്കുന്നത് പുണ്യമല്ലേ? എടുത്തോണ്ട് വരട്ടെ. ഞാൻ എടുക്കാം. നിനക്കും എനിക്കും അവൾക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഈ കുടുംബത്തിലുണ്ട്. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് പ്രിയങ്കയുടെ ജീവിതം നീയായിട്ട് ഇല്ലാതാക്കുമെന്നാ തോന്നുന്നേ. അമ്മേ, ഇതെന്തു അടിയത്? ചൂടില്ലല്ലോടി ഇതിന്. എന്താ അമ്മേ ഈ കാണിച്ചേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.